ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം നമുക്ക് ഈശോയ്ക്കായിട്ട് ഈശോയുടെ കുരിശുമരണത്തിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവ് സൗജന്യമായി തന്ന രക്ഷയ്ക്കൊക്കെ ആയിട്ട് നന്ദി പറയാം. നമുക്കിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകൾക്കുമായിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോനെ കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈശോനെ കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈശോയെ എനിക്ക് ലഭിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഏറ്റവും വലിയ അനുഗ്രഹം ഈശോനെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഈശോ മർത്തായുടെ മറിയത്തിനെ വീട്ടിൽ വന്നപ്പോൾ മാർത്ത വിഗ്രഹത്തെയായിരുന്നു. മറിയം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് എന്നെ ഏറ്റവും അധികം അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ ഈശോയുടെ ഈ സാന്നിധ്യം ഇതിലും വലുതായിട്ടൊന്നുമില്ല. അപ്പം കർത്താവിന്റെ സാന്നിധ്യത്തെ ഓണർ ചെയ്ത മറിയത്തെ നോക്കി, മാർത്തയെ നോക്കി ഈശോ പറയുന്നു, മറിയം ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു. ഇന്ന് ഈശോ എനിക്കുള്ളപ്പം ഈശോയിലൂടെ എനിക്കെല്ലാം ഉണ്ട് എന്ന് ആര് പറയുന്നോ ആ വ്യക്തി ശ്രേഷ്ഠതയുള്ളൊരു വ്യക്തിയായിട്ടാണ് സ്വർഗം കാണുന്നത്. സ്വർഗം ഒരു വ്യക്തിയെ ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കാണുന്നത് ആരെയാണെന്നറിയാമോ? എൻ്റെ ഈശോ എനിക്കുണ്ട്, അതുകൊണ്ട് ഈശോയിലൂടെ എല്ലാം എനിക്കുണ്ട്. ഏതവസ്ഥയിലും ഈശോയിലൂടെ എല്ലാം എനിക്കുണ്ട് എന്ന് ആര് പറയുന്നോ അവൻ്റെ ജീവിതത്തിൽ ദൈവികമായ ഒരു സമൃദ്ധി കടന്നു വരികയാണ്. പണ്ട് ഞാനൊക്കെ പള്ളി കുർബാനയ്ക്ക് വിടാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ്റെ ഒരു പ്രത്യേകത, അപ്പച്ചന് വീട്ടിൽ മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ സാമ്പത്തിക പ്രശ്നങ്ങളും കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടേ. പക്ഷെ ആള് രാവിലെ പള്ളിയിൽ പോകുന്ന സമയത്ത് ആള് പറയുന്ന എനിക്ക് ഈശോ ഉണ്ടടാ, ഈശോ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം ഉണ്ട്. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ കുർബാനയ്ക്ക് വിടാൻ പോകുന്ന സമയത്ത് ഈ അപ്പച്ചൻ ഇങ്ങനെ പറയും, ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പം ഞങ്ങളുടെ ദൈവം എന്തൊരു സന്തോഷം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ, എന്തൊരു സമാധാനമാണ്. വലിയ സമ്പന്നരായ മനുഷ്യരെല്ലാം ഉണ്ടെന്ന് ലോകം പറയുന്നവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കട്ടിലേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞു മറിയുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ പറയുകയാണ്, ഈശോയോട് ചേർന്ന് വൈകിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുടുംബത്തോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അല്ല കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. എപ്പോഴും നന്ദി നിറഞ്ഞൊരു മനസ്സ്. ഞങ്ങൾ എപ്പോഴും ഓർക്കായിരുന്നു അപ്പച്ചൻ്റെ കാര്യം. കാരണം അപ്പച്ചൻ മരിച്ചു പോയി കേട്ടോ, എന്നാലും ഞാൻ ഓർക്കുവാണ് അങ്ങനെയുള്ള ചില മാതൃകകളെ ഈശോ കാണിച്ചു തന്നായിരുന്നു. എല്ലാത്തിനകത്തും ഒരു തൃപ്തിയാണ്. ഈശോ കൂടെയുണ്ട്, എന്ത് കാര്യത്തിനകത്തും ഒരു തൃപ്തിയാണ്. അപ്പച്ചൻ്റെ മക്കളെയൊക്കെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ആ ഒരു കൾച്ചർ, നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ ഈശോനെ മഹത്വപ്പെടുത്തി ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി. ഹല്ലേലൂയ. അപ്പൊ തന്നെ എനിക്ക് പരിചയമുള്ള വേറെ ചില ആൾക്കാരുണ്ടായിരുന്നു. അത് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ വിമർശിക്കും, എന്ത് കാര്യത്തെ വിമർശിക്കുന്ന ആൾക്കാരാണ്. അപ്പം ചെറിയൊരു പ്രശ്നം വരുമ്പോഴേ വീട്ടിലെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈശോനെ ചീത്ത വിളിക്കും, വീട്ടിലുള്ളവരെ ചീത്ത വിളിക്കും, നാട്ടുകാരെ വിമർശിക്കും, വചനപ്രഘോഷകരെ വിമർശിക്കും. പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു നിമിഷമില്ല. ഹല്ലേലൂയ. ഈശോ എപ്പോഴും നമ്മളോട് പറയുന്നുണ്ടെന്ന് അറിയാം, നമ്മൾ നന്ദിയുള്ളവരായി. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം എങ്ങനെയാണ് നമുക്ക് ഈശോയിൽ നിന്ന് കൂടുതൽ നന്മകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നത്? ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നന്ദി പറയേണ്ടത് നമുക്ക് ഈശോയുണ്ട്, എനിക്ക് സമൃദ്ധിയുടെ രാജാവ് ഈശോ എൻ്റെ കൂടെയുണ്ട്, എനിക്കുണ്ട് എന്ന് നമ്മൾ ഉള്ളതിനായിട്ട്, എനിക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നതല്ല, ഉണ്ട്, എനിക്ക് ദൈവം ഉണ്ട്, എനിക്ക് സ്വർഗം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി കർത്താവ് മാലാഖമാരെ എനിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്, എനിക്ക് ദൈവം തന്ന നന്മകളുണ്ട്. നന്ദി പറഞ്ഞു തുടങ്ങിക്ക്. ഞാൻ ഭിന്നശേഷിക്കാരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുമായിരുന്നു. പുള്ളി കുവൈറ്റിലൊക്കെ വലിയ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു കാർ ആക്സിഡൻറ്റിൽ ആ വ്യക്തി പാരലൈസ്ഡായി വീൽ ചെയറിലാണ്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആ മനുഷ്യൻ. അങ്ങനെയുള്ള എത്രയോ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കും, ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് എൻ്റെ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സഞ്ചറിൽ ഒരു മനുഷ്യൻ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മെസ്സേജ് ഞാനെടുത്ത് കീപ്പ് ഓൺ ഇങ്ങനെ ബീപ്പ് ചെയ്യുന്ന കാരണം ഇങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മുഴുവൻ ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ബാങ്കുകാർ വരുന്നു, അവർ വരുന്നു, എനിക്ക് പൈസ കൊടുക്കാനില്ല, ഇതാണെന്ന് പറഞ്ഞ് ചീത്ത വിളിയാണ്. അപ്പം ഞാൻ ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന, കുവൈറ്റിൽ വലിയ ജോലി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ആക്സിഡന്റിൽ വന്ന് പാരലൈസ്ഡ് ആയ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ മനുഷ്യനുണ്ടല്ലോ, ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു കാര്യം ഞങ്ങൾ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക.
നമുക്ക് നന്ദി പറയാൻ ഒരേ കാര്യങ്ങളുണ്ടെന്ന് ആ മനുഷ്യനോട് പറയാം. നന്ദി പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. വീൽ ചെയറിൽ ഇരിക്കാത്ത 2 കൈയും 2 കാലും കാഴ്ചശക്തിയും കേൾവിശക്തിയും എല്ലാം ഉള്ള ഒരു വ്യക്തി പച്ചയ്ക്ക് വചനം പ്രഘോഷിക്കുന്നതിന്റെ കമന്റായിട്ടും മെസ്സഞ്ചറിലോട്ടൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്ദി പറയാനായിട്ടുണ്ട്. ആ മനുഷ്യൻ കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ, നന്ദി പറഞ്ഞ്, അതായത് ഒരു വീൽ ചെയർ എല്ലാം തകർന്നരിപ്പണ ഒരു മനുഷ്യൻ ഒരു മാതൃക കാണിച്ചു തരുമോ, നന്ദി പറയുക. ആ മനുഷ്യന്റെ ഒരൊറ്റ വ്യക്തിയുടെ ജീവിതം കൊണ്ട് ഇദ്ദേഹത്തിന് ദൈവം പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്, മറ്റുള്ളവർക്ക് നമ്മുടെ ലിമിറ്റേഷനിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഹെലൻ കെല്ലറിന്റെ ഒക്കെ ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ ഈ മനുഷ്യനെ കൊണ്ട് ദൈവം ഈ ഭിന്നശേഷിക്കാരായ കുറേ ആൾക്കാർക്ക് വേണ്ടി വലിയ പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയിലൂടെ ദൈവത്തിന് ചെയ്യാൻ പറ്റും. അതൊക്കെ സാധ്യമായത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഈ മനുഷ്യനിൽ ക്രിയേറ്റ് ഉള്ളതുകൊണ്ടാണ്. അതൊരു വചനമാണ്. അത് ദൈവം യേശുവിന്റെ ഒരു വചനത്തെ ഈ മനുഷ്യൻ പാലിക്കുന്നു. ഏത് വചനമാണെന്ന് അറിയാം? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഉള്ളവന് നൽകപ്പെടും. ഈ ഉള്ളവൻ എന്ന് പറയുന്ന ആരാ? സാമ്പത്തികമായിട്ട് കോടിക്കണക്കിന് രൂപ ആസ്തി ഉള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഉള്ളവൻ. ഇറ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. എനിക്ക് എൻ്റെ യേശു ഉണ്ട്. ഇന്നുള്ളതിനായിട്ട് നന്ദി പറഞ്ഞേ. പലപ്പോഴും നമുക്ക് നമ്മുടെ വായിൽ നിന്ന് പറയുന്നത് ഇല്ല, എനിക്കതില്ല, അവർക്കെല്ലാം ഉണ്ട്, എനിക്കതില്ല. ഈ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശ്രദ്ധിച്ചറിയാം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പലതും പൊക്കോണ്ടിരിക്കുക. എന്നാൽ ഉണ്ട്, ഇത് യേശുവിന്റെ വചനമാണ്. ഉണ്ട്, എനിക്കതുണ്ട്. എനിക്ക് പോസിറ്റീവായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ്, ആരോഗ്യത്തിനായിട്ട്, കുടുംബാംഗങ്ങൾക്കായിട്ട്, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നന്ദി പറഞ്ഞ്. ശരിയാണ്, സ്ട്രഗിൾസ് വരുമ്പോഴത്തേക്കും ബാങ്കിൽ പൈസ അടയ്ക്കാനുണ്ട്, ബില്ല് പേ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വരുമ്പം ശരിക്കും പിരിമുറുക്കമുണ്ട്. ഞാൻ ഇതിലൂടെയൊക്കെ എൻ്റെ ഫാമിലിക്ക് ഒത്തിരിയും കടന്നു പോയിട്ടുണ്ട്. നമ്മളും ചില ഫ്രസ്ട്രേഷൻ കാരണം ഇവരെയൊക്കെ കുറ്റം പറയും. ചിലപ്പോൾ വചനപ്രഘോഷകർ ഇവർ ഈ വചനം പ്രഘോഷിക്കുന്നതൊക്കെ ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കാതിരിക്കുമ്പോൾ, നമ്മൾ വ്യഗ്രചിത്തരാകുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഇതെല്ലാം പറയും. പക്ഷെ ഇവിടെ ഈശോ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അപ്പൊ ഇല്ലാത്തവനെന്ന് ഇവിടെ പറയുന്നത് എനിക്കില്ല, എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കത് കിട്ടുന്നില്ല എന്നുള്ള ഈ ഒരു കൾച്ചർ നിമിത്തം നമ്മൾ തന്നെ അവിടെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ്, നമ്മളിൽ നിന്ന് ഈ നന്മകൾ ചോർന്നു പോകുവാൻ. എന്നാൽ ഉള്ള സംഭവം 5 അപ്പം ഈശോയുടെ കയ്യിലോട്ട് 5 അപ്പം എടുത്തു കൊടുത്തു. ഈശോ എന്താ ചെയ്തത്? അയ്യോ 5 അപ്പേ ഉള്ളല്ലോ, എനിക്ക് ഇത്രയും പേരെ പോഷിപ്പിക്കാൻ എനിക്കില്ല എന്ന് പറയുമായിരുന്നോ? 5 അപ്പം എടുത്തു. കർത്താവ് അവിടെ നന്ദി പറഞ്ഞു പ്രാർത്ഥന. അത് കർത്താവാണ്, ശരിയാ, ദൈവമാണ്. പക്ഷെ കർത്താവ് നമുക്കൊരു മാതൃകയും കൂടെ കാണിച്ചു തരികയാണ്. നമുക്കൊരു മാതൃക കർത്താവ് കാണിച്ചു തരികയാണ്. ഉള്ളതെന്താണോ അതിനായിട്ട് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. നിങ്ങളുടെ മക്കൾക്കായിട്ട് നന്ദി പറഞ്ഞു. ചിലപ്പോൾ മക്കൾക്ക് കുറേ പ്രശ്നങ്ങൾ കാണും, മദ്യപാനശീലം, ഡ്രഗ്സിന്റെ ഇഷ്യൂസ്. മക്കളില്ലാത്ത എത്ര പേരുണ്ട്? ദൈവം തന്ന മക്കൾക്കായിട്ട് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ദൈവം തന്ന, ഇപ്പം നിങ്ങളുടെ മക്കളില്ല, നിങ്ങളുടെ ജീവിത പങ്കാളില്ല, കുറേ കുറവുകൾ കാണും. പക്ഷെ ഉള്ള നന്മ എന്താണോ അതിനായിട്ടൊന്ന് നന്ദി പറഞ്ഞ് ആ വ്യക്തി ഒന്ന് അനുഗ്രഹിച്ചു. നിങ്ങളുടെ ഹസ്ബൻഡിൽ കുറേ കുറ്റങ്ങൾ കാണും, അതായത് നിങ്ങളുടെ വൈഫിന് കുറേ പ്രശ്നങ്ങൾ കാണും. 10 പേരെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കേട്ടോ, എൻ്റെ വൈഫ് ഇങ്ങനെ കേട്ടോ, അവരെ മാറുന്നില്ല കേട്ടോ, ബ്രദറെ പ്രാർത്ഥിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം, അവരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവരുടെ കുറ്റം പറയുന്നതിന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വ്യക്തിയിൽ ഉള്ളതെന്താന്ന് കണ്ടിട്ട് ആ മനുഷ്യനെ ഒന്ന് അനുഗ്രഹിച്ച്, ആ സഹോദരിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈ വ്യക്തിക്ക് ഇത്ര നല്ല ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റിക്കായിട്ട് നന്ദി പറഞ്ഞ് അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം മാറും. ഇതൊരു ലോയാണ്, ഇത് ദൈവം ഈശോ പഠിപ്പിച്ച വചനമാണ്. ഉള്ളവന് നൽകപ്പെടും. എൻ്റെ ഹസ്ബൻഡിന് ഈ കുറവുണ്ട്, എൻ്റെ വൈഫിന് ഈ കുറവുണ്ട്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു വ്യക്തി എന്നെ ഇങ്ങനെ വിളിച്ച് എപ്പോഴും ഹസ്ബൻഡിന് ഇങ്ങനെ കുറവുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അപ്പം ഈ വ്യക്തി വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഈശോ എന്നോട് പറഞ്ഞു, ഈ വചനം എടുത്ത് കർത്താവ് എനിക്ക് ഈ വചനത്തിൻ്റെ ഒരു ആഴം വെളിപ്പെടുത്തി തന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, കൈവച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അതുവരെ ഇല്ലാതിരുന്ന സ്നേഹവും ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ അവിടെ ഉണ്ടായി. ഇത് കർത്താവ് നൽകുന്ന ഒരു സമ്മാനമാണ്. കാരണം ഇത് കർത്താവിന്റെ വചനമാണ്. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും. കണ്ടോ, സമൃദ്ധി ഉണ്ടാകും. കർത്താവ് അത് ആ സമൃദ്ധിയെ ദൈവം കൊണ്ടുവരികയാണ്, കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ഒരു അപ്പച്ചനെ ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരു അപ്പച്ചൻ. ആ അപ്പച്ചൻ്റെ ഉള്ളിൽ വലിയ ചെറിയ പരിമിതമായ അവസ്ഥകളാണെങ്കിലും ഉള്ളിൽ വലിയ സന്തോഷം, ഈശോ എനിക്കുണ്ട് എന്നുള്ള സന്തോഷത്തിൽ ആള് മക്കളെയൊക്കെ അനുഗ്രഹിച്ചു. ദൈവം ദാനമായി തന്ന മക്കളെ, ലോകത്തിന്റെ കണ്ണിൽ ദാരിദ്ര്യമാണ്, കുറവുകളാണ്, പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് ആൾ അനുഗ്രഹിച്ച് മക്കളൊക്കെ വളർന്നു വന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ഭയങ്കരമായി ബ്ലെസ്ഡായി. ദൈവം ബ്ലെസ് ചെയ്തു. പക്ഷെ ആ ഫിനാൻഷ്യൽ ലോകത്തിന്റെ ബ്ലെസ്സിങ്ങിന് മുമ്പ് ആളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താ? ക്രിസ്തു യേശു എനിക്കുണ്ട്, അതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം. അതാണ് ഏറ്റവും വലിയ ബോധ്യം. ഇന്ന് നിങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ ഈശോ എനിക്കുണ്ട്. ചിലപ്പം നാട്ടുകാർ പറയും 10 പൈസ എടുക്കാൻ കഴിയില്ല. ഇതിന്റെ നടുവിൽ പറഞ്ഞു എനിക്ക് എൻ്റെ ഈശോയുണ്ട്. എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ചിലപ്പോൾ സാഹചര്യങ്ങളൊന്നും ഇപ്പം അറ്റ് മൊമെന്റ് മാറുന്നില്ല. ഞാനിങ്ങനെ പണ്ടിങ്ങനെ കുറേ ചിന്തിച്ചു, ദൈവമേ സാഹചര്യങ്ങളൊന്നും മാറുന്നില്ലല്ലോ, ഞാൻ ഈ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ചെല്ലാവുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ട്, സാഹചര്യങ്ങൾ മാറുന്നില്ലല്ലോ, സാഹചര്യങ്ങൾ അനുകൂലമാകുന്നില്ലല്ലോ. പക്ഷെ ആ സമയങ്ങളിലാണ് എനിക്ക് എൻ്റെ യേശുവിൻ്റെ ഏറ്റവും വലിയ എൻകൗണ്ടറുകൾ ഉണ്ടായേക്കുന്നത്. കർത്താവ് എൻ്റെ അരികിൽ വന്നു നിന്ന് എന്നോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ കൂടുതലും ആ സമയങ്ങളിലാണ് ഉണ്ടായത്. അപ്പം ഇന്ന് ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ചില എൻകൗണ്ടറുകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എലിയ പ്രവാചകനോട് കെരീത്ത് പോയിരിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആ സമയത്ത് ദൈവം പ്രവാചകന് വേണ്ടി ഭക്ഷണം ഒരുക്കുവാൻ ഒരു കാക്കയാണ് പ്രവാചകന്, കാക്കയെ കൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടോ ഒരു കാക്ക ഭക്ഷണം കൊടുക്കും? കാക്ക ഒരു അപ്പം എന്തെങ്കിലും നമ്മൾ വീടിന് വെളിയിലോട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് കൊത്തിയെടുത്തുകൊണ്ട് പോകും നമ്മൾ കാണുന്നല്ലേ. പക്ഷെ ആ കാക്ക ഉപയോഗിച്ച് ദൈവം പ്രവാചകനെ പോഷിപ്പിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില വ്യക്തികൾ, നിങ്ങൾ ചിന്തിക്കും ആ വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് അവർ നിങ്ങളെ തകർക്കാനാകും, ഇല്ലാതാക്കാനാകും, നിങ്ങളെ കവർന്നെടുക്കാനാകും. പക്ഷേ ദൈവം ഇന്നിങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു, ആർക്കോ ഒരാൾക്ക് വേണ്ടി നൽകുവാണ്. അവർ വരുന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത വ്യക്തികളിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരും. കാക്ക എന്ന ആ ഒരു പക്ഷി ഭക്ഷണം കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയായി കാക്കയെ ദൈവം മാറ്റിയെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത നന്മകളെ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ ദൈവത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്താ? എൻ്റെ ദൈവം എനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ദൈവപ്രവർത്തികൾ നിന്റെ അരികിലേക്ക് കടന്നു വരും. ദാറ്റ് വാസ് എ ഫ്രഷ്മെന്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല, ആർക്കോ ഒരാൾക്ക് വേണ്ടി ഈശോ അത് ഇപ്പം ഉള്ളിൽ നൽകിയൊരു സന്ദേശമാണത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എപ്പോഴെപ്പോഴും നന്ദി പറയാൻ കാരണം എന്ന് അറിയോ? കാരണം അതിനകത്ത് വലിയൊരു സീക്രട്ട് ഉണ്ട്, ഒരു ബ്ലെസ്സിങ് അങ്ങ് തുറന്നു വരും. അതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയ ആയിരുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറേ വർഷം അവിടെ ജീവിച്ചായിരുന്നു. അപ്പോൾ ആ രാജ്യത്ത് ഒരിക്കലും എനിക്ക് ജോലി ഇല്ലായിരുന്നൊരു സമയത്ത് ഭയങ്കര സ്ട്രഗിളിലൂടെ പോകുന്നൊരു സമയം, വലിയ സ്ട്രഗിളാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ ഇങ്ങനെ പ്രേരണ തന്നു. ആ തന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പല സ്ഥലത്ത് റെസ്യൂമൊക്കെ കൊടുത്തിട്ടൊന്നും ആപ്ലിക്കേഷനൊന്നും എനിക്കൊരു ഇൻ്റർവ്യൂവിന് പോലും കോളില്ലായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കും, എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ ഒരു അഡ്രസ്സ്, ഒരു സ്ഥലം ഇങ്ങനെ മനസ്സിൽ വന്നു. ആ സ്ഥലത്ത് പോകാൻ ഇങ്ങനെ ഒരു പ്രേരണ കിട്ടി. ഞാൻ അവിടെ എൻ്റെ ഈ റെസ്യൂമി ഒന്നുമില്ല, ഞാൻ നേരെ അവിടെ ചെന്നപ്പോൾ നേരെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ആ വ്യക്തിയോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. ആ കോൺവെർസേഷൻ ഇടയിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു നല്ലൊരു എനർജി മൂവി, നല്ലൊരു പോസിറ്റിവിറ്റി അവിടെ ഉണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ജോലിക്ക് വേണ്ട കാര്യങ്ങൾ ആ വ്യക്തി ക്ലിയറാക്കി തന്നു. ഈ വ്യക്തി ഒരു നിരീശ്വരവാദിയായിരുന്നു. ഞാൻ സംസാരിച്ച വ്യക്തിക്ക് ദൈവവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ആ വ്യക്തിനെ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. പിന്നീട് ഞങ്ങൾ വർഷങ്ങൾ പരിചയപ്പെട്ട് ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. ആൾ ഒത്തിരിയും സ്പിരിച്വലി ദൈവത്തിൻ്റെ പല എൻകൗണ്ടർ ആളുടെ ലൈഫിലൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ ഇപ്പം അതിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റും. നിങ്ങൾ മുഖാന്തരം ആ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ മനോഭാവം, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം നമ്മൾ മനസ്സിലാക്കണം.
എന്താണോ നമുക്കുള്ളത് അതിനായിട്ട് നമ്മൾ നന്ദി പറയണം. ബൈബിൾ പുതിയ നിയമം മുഴുവൻ ഈ ഒരു മർമ്മം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ മർമ്മം മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ്. എനിക്കതില്ല, എനിക്കിതില്ല, മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്, എനിക്ക് മാത്രമേ ഇതില്ല. ചിന്തിച്ചറിയാം, നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണും. ചിലപ്പോൾ സൗന്ദര്യത്തിൻ്റെ പേരിലാകും, മറ്റു പല കാര്യത്തിൻ്റെ പേരിലാകും, ക്വാളിഫിക്കേഷൻ്റെ പേരിലാകും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും നമ്മളിന്ന് പലതും ഡിസപ്പിയർ ആകുന്നതല്ലാതെ ഒന്നും ആടാകത്തില്ല. പ്രപഞ്ചം നമ്മളിലേക്ക് ഒന്നും കൊണ്ടുവരത്തില്ല. എന്നാൽ ഇത് എല്ലാ നന്മകളും നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം കൺഫസ് ചെയ്യേണ്ട സത്യം, ഞാൻ ഉള്ളവനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവം ഉള്ളിൽ വസിക്കുന്നവനാണ്, യേശു ഉള്ളവനാണ് ഞാൻ. യേശു ഉള്ള എനിക്ക് സ്വർഗത്തിൻ്റെ എല്ലാ ബാക്കപ്പും ഉണ്ട്. അതൊന്ന് തുറന്ന് പറഞ്ഞു. യേശു ഉള്ള എനിക്ക് സ്വർഗത്തിൻ്റെ എല്ലാ ബാക്കപ്പും ഉണ്ട്. ഇല്ല എന്ന് പറയുന്നു നിർത്തിക്കേട്ട്, ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. യേശു ഉള്ള എനിക്ക്, ഈശോ ഉള്ള എനിക്ക് സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ട്. ഇങ്ങനെയാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫെസസ് 1:4 സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ഉണ്ട് 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 എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ സമൃദ്ധി, അത് സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, പീസ് ഓഫ് മൈൻഡായിട്ട്, ചില വീട്ടിലോട്ടൊക്കെ കയറി ചെല്ലുമ്പം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അവിടെ ഒരു വലിയ സമാധാനം. പിള്ളേർക്കൊക്കെ ആണെങ്കിലും പഠിക്കാൻ ഭയങ്കര ഒരു അന്തരീക്ഷം. അത് കുഞ്ഞു വീടായാലും ഭയങ്കര സ്വർഗീയ അന്തരീക്ഷം വീട്ടിലുണ്ട്. അതിൻ്റെ കാരണം എന്താ? നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന വീടാണ്. ആ വീട്ടിൽ ദൈവികമായ ഒരു അഭിഷേകം, ആ സാന്നിധ്യമാണ് ആ കുഞ്ഞുങ്ങൾക്ക് പോലും പഠിക്കാനൊക്കെ അവരെ ബ്ലസ് ചെയ്യുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതേ സമയത്ത് വിമർശനം മാത്രം നടത്തുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും മാനുഷിക ബുദ്ധിയിൽ കണ്ടുകൊണ്ട് എനിക്കിതില്ല, ദൈവം അത് തന്നിട്ടില്ല, ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ്, അങ്ങനെ അങ്ങ് തുടങ്ങി, വിമർശനം അങ്ങ് തുടങ്ങി, ആ നെഗറ്റീവ് എനർജി അങ്ങ് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും പൊക്കൊണ്ടിരിക്കും. എല്ലാം ഇങ്ങനെ, ഈശോ തന്നെ പറഞ്ഞു, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. അത് കർത്താവിന് ഇല്ലാത്തവനെ ഇഷ്ടമില്ലാതെ, കർത്താവിന് എല്ലാവരും ഇഷ്ടമുണ്ട്, എല്ലാവരും സ്നേഹമുണ്ട്, എല്ലാവരോടും കരുതുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മൾ റോങ് ഡിസിഷൻ ലൈഫിൽ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനനുസരിച്ച് നമ്മൾ പോകത്തില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ, നമ്മുടെ ആഗ്രഹം വേണം ജയിക്കാൻ വേണ്ടി നമ്മൾ ചില ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ റോങ് ഡിസിഷൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ദൈവം എന്നെ സഹായിച്ചില്ലെന്നും പറയും. മറ്റുള്ളവരിൽ നേറ്റ മുറിവുകൾക്ക് സൗഖ്യം കിട്ടാതെ അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ഞങ്ങൾ ഒരുപാട് മനുഷ്യരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി മനസ്സിന് മുറിവ് സൗഖ്യം കിട്ടാതെ അവരൊക്കെ ആകുന്നതിന് വലിയ വീട് വെക്കാൻ അവർ ആഗ്രഹിച്ച് വലിയ ലോൺ എടുക്കും, വലിയ അബദ്ധങ്ങൾ കാണിക്കും. അവസാനം ബ്ലെയിം ഓൾ ഗോസ് ടു ഗോഡ്. ദൈവം അത് എന്നെ സഹായിച്ചില്ല, ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ ദൈവം എന്നെ സഹായിച്ചില്ല. എന്നിട്ട് ദൈവത്തെ ബ്ലെയിം ചെയ്ത് നമ്മൾ ദൈവത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് ഗതി പിടിക്കാൻ പറ്റാത്ത ഒരു തകർച്ചയുടെ ആ ഒരു അവസ്ഥ, അതിന്റെ കാരണം വചനത്തിൽ ഇതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ഉള്ളിൽ ആന്തരിക സൗഖ്യം ലഭിച്ച് ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും പ്രൊവൈഡ് ചെയ്യും. മറിയം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തെന്ന് ഈശോ, മാർത്ത വിഗ്രഹിത്തായിരുന്നു, മറിയം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തു. അവൾക്കറിയായിരുന്നു എന്നെ പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തിന്, എനിക്ക് വേണ്ട, എന്നെ സൃഷ്ടിച്ച, എനിക്ക് രൂപം നൽകിയ, എനിക്ക് എല്ലാ നന്മകളും നൽകിയ ദൈവത്തിന് എനിക്ക് വേണ്ട നന്മകൾ നൽകാൻ അറിയാൻ മേലെ. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഭിന്നശേഷിക്കാരനായ സഹോദരൻ, ആ മനുഷ്യന്റെ ഉള്ളിൽ ഇന്ന് തകർന്നൊരവസ്ഥയാണ്. പക്ഷെ ആ അവസ്ഥയെ പുള്ളി അനുഗ്രഹമായിട്ട് കാണും. അങ്ങനെ ഒരു അവസ്ഥയാണെന്നേ പറയുന്നില്ല. ദൈവത്തിന് വേണ്ടി എനിക്ക് കൂടുതൽ പ്രയോജനപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ആ മനുഷ്യൻ ആ അവസ്ഥയിൽ നിന്ന് ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇന്ന് ഗവൺമെന്റ് ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ വ്യക്തിയിലൂടെ വലിയ കാര്യങ്ങൾ, അനേകർക്ക് പ്രയോജനം, നന്മ വരുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള അപ്പച്ചൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ മനുഷ്യൻ പരിമിതമായ അവസ്ഥയിൽ നിന്ന് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോഴും പറഞ്ഞു, ആ മനുഷ്യൻ പള്ളിയിലുള്ള ദിവസമൊക്കെ എന്നെ സന്തോഷം എന്നറിയും. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം, ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. കാരണം പ്രപഞ്ചത്തിലെ സകല നന്മകളും അട്രാക്ട് ചെയ്ത് ആ വ്യക്തിയുടെ ചുറ്റും വന്ന് നിൽക്കുക. കാരണം ഇത് കർത്താവിൻ്റെ വചനം പാലിക്കുക. ഉള്ളവന് നൽകപ്പെടും. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഉള്ളവന് നൽകപ്പെടും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ നന്മകൾ നമ്മളിലേക്ക് വന്നു ചേരും. ഞങ്ങൾ റാപ്പേഴ്സ്വില് സ്വിറ്റ്സർലൻഡിൽ പോയ സമയത്ത് അവിടെ
നമുക്കറിയാം സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം ലോകത്തിലുള്ള സകല മനുഷ്യരും പൈസ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. സന്മാർഗത്തിലും ദുർമാർഗത്തിലും പൈസ ഉണ്ടാക്കുന്നവർ അവിടെ പോയി പൈസ നിക്ഷേപിക്കുകയാണ്. പക്ഷെ ആ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് വളരെ സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ച സ്ഥലമാണ്. ഞങ്ങളെ ഗൈഡ് ചെയ്തൊരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സാധാരണക്കാരായ വ്യക്തികളുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ നന്മകൾ നമ്മളെ തേടി കടന്നു വരും. ഇങ്ങനെ ഇന്ന് പറഞ്ഞേ, അനുഗ്രഹിക്കുന്ന എന്റെ ദൈവത്തിന്റെ നന്മകൾ എന്നെ തേടി കടന്നു വരും. ഇതേത് വചനം ഏതാ? സങ്കീർത്തനം 23. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നമ്മളെ പിന്തുടരും. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. സോ അവര് തന്നെ പ്രവചിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തെ നോക്കി എല്ലാ നന്മകളും ഞങ്ങളിലേക്ക് വരും, എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വരും, കാരണം ക്രിസ്തു ഞങ്ങളുടെ കൂടെയുണ്ട്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു അന്ന് സ്വിറ്റ്സർലൻഡിലും ലെക്ചിസ്ഥാൻ എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്തുള്ള രാജ്യത്തൊക്കെ. ദാരിദ്ര്യ അവസ്ഥയിൽ അവർ വിശ്വസിച്ച് പ്രഖ്യാപിക്കാൻ തുടങ്ങി, എന്ത്? കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ധനം ക്രിസ്തുവാണ്. അപ്പൊ ആ ക്രിസ്തുവിൽ ആനന്ദിച്ചുകൊണ്ട് അവർ അത് പ്രഖ്യാപിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്കും ലെക്ചിസ്ഥാനിലേക്ക് ആ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള ഈ സമ്പന്നതയെല്ലാം അവർക്ക് വരാൻ കാരണം എന്താ? അവരെ ദൈവം, അതിന്റെ റീസൺ അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു സ്പിരിച്വൽ മിസ്റ്ററി നമ്മൾ അതിന് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ എന്ത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സ്പിരിച്വൽ മിസ്റ്ററി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ടോക്കിൽ പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ നമ്മുടെ ഫിസിക്കൽ റലത്തെ ആത്മാവിന്റെ ലോകത്തിന് നിയന്ത്രിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഈ ഭൂമിയിലെ അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ, അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവികമായ നന്മകളും പ്രൊമോഷൻസും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വചനം പാലിക്കുന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന സഹോദരങ്ങളെ, പ്രൊമോഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഉള്ളതിനായിട്ട് നന്ദി പറയുമ്പോൾ ദൈവിക നന്മകൾ കൂടുതൽ വെളിപ്പെടും. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കും. ജോസഫിന് ദൈവം ആദ്യം സ്വപ്നങ്ങൾ കൊടുത്തു, എന്നാൽ സ്വപ്നങ്ങൾ വിവർത്തനം ചെയ്യാനുള്ള ഒരു ഗ്രേസ് ആദ്യം കൊടുത്തിട്ടില്ല. സ്വപ്നങ്ങളാണ് ദൈവം ആദ്യം കൊടുത്തത്. പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പിടികിട്ടുന്നില്ല. പക്ഷെ അതിനുശേഷം ജോസഫിന് ഒരു വലിയ പ്രലോഭനത്തെ നേരിടേണ്ടതായിട്ട് വന്നു അല്ലെ. പോത്തിഫറിന്റെ ഭാര്യ ജോസഫിനെ പ്രലോഭിപ്പിക്കുകയാണ്. ആ പ്രലോഭനത്തെ ജോസഫ് അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചറിയാം, ജോസഫിന് സ്വപ്നങ്ങൾ വിവർത്തിക്കുവാനുള്ളൊരു ഗ്രേസ് കർത്താവിനെ കൊടുക്കുകയാണ്. നമുക്ക് ഈ വചനമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതനുസരിക്കണോ പാലിക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഈ ഭൂമിയിൽ കർത്താവ് ആർക്കും കടക്കാറില്ല. കർത്താവ് ക്രൂശിൽ സകൃതം പൂർത്തീകരിച്ചു. ഇനി വചനം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അത് നമ്മുടെ ചോയ്സ്. ആ വചനം അനുസരിക്കുമ്പോൾ അതിന്റെ അഭിഷേകം വ്യാപരിക്കും. ജോസഫ് അനുസരിച്ചു. ജോസഫ് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. ആ ടെംപ്ടേഷനെ റെസിസ്റ്റ് ചെയ്തപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് എന്താ? ജോസഫിന് കിട്ടുന്ന ദർശനങ്ങൾ അത് വിവർത്തനം ചെയ്യാനുള്ള കൃപ കൂടി കർത്താവ് കൊടുക്കുകയാണ്. നമ്മൾ ഏത് വചനം, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്, ആ സാഹചര്യത്തെ ദൈവത്തിന്റെ വചനത്തോട് ചേർത്ത് നമ്മൾ അതിജീവിക്കുമ്പോൾ ആ സാഹചര്യത്തിനപ്പുറത്ത് വചനത്തിലൂടെയുള്ള ഒരു വിടുതലും ഉയർച്ചയും അനുഗ്രഹവും പ്രമോഷനും സ്വർഗ്ഗം ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ ഭൂമിയിൽ കൊണ്ട് നിൽക്കുന്നൊരു സംഭവമല്ല, നിങ്ങളുടെ നിത്യതയും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ഈശോയുടെ തിരുരക്തത്തിലൂടെ ഓവർകം ചെയ്യുന്നവൻ, ഹി ഹു ഓവർകംസ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ലാം. എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാൻ, നമ്മളൊക്കെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ പല കാര്യത്തെ ഫേസ് ചെയ്ത് ഇനിയും ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടവരാ. അതിനെല്ലാം ഈശോയിലൂടെ, ഈശോയുടെ വചനത്തിന്റെ ശക്തിയിലൂടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ, തിരുരക്തത്തിന്റെ ശക്തിയിൽ അതിനെ മറികടന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക്, ആ കർത്താവിന്റെ ആത്മാവിന്റെ പൂർണ്ണതയാകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള അനന്തമായൊരു പദ്ധതി. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് വിജയിച്ചവനായി മുന്നേറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോയുടെ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ. പറഞ്ഞേ, ഈശോയുടെ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. പറഞ്ഞേ, അതിനെ തുറന്ന് പറഞ്ഞേ, എന്റെ ഈശോയുടെ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ജോസഫ് അന്ന് പോത്തിഫറിന്റെ ഭാര്യയോട് ചേർന്ന് പാപം ചെയ്തിരുന്നെങ്കിൽ ജോസഫ് ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പക്ഷെ ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതം ദൈവം കൊടുക്കാനിരിക്കുന്ന ആ പ്രൊമോഷൻ അവിടെ ഡിലേഡ് ആവുകയാണ്, അല്ലെങ്കിൽ തടയപ്പെടുകയാണ്. ഡിഫീറ്റഡ് ആയിട്ടുള്ള നീതീകരിക്കപ്പെട്ട വ്യക്തിയായി മാറും. ദൈവത്തിന്റെ രക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട നീ ചില പ്രയാസങ്ങളെ, ചില പ്രതിസന്ധികളെ, ചില പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹത്തെ ഇന്ന് ഫേസ് ചെയ്യുന്ന ഈ സാഹചര്യത്തെ, ചിലപ്പോൾ നിങ്ങൾക്ക്
ചില ജപ്തി നോട്ടീസുകളാകാം, ചില പ്രശ്നങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുക. ഇതിന്റെ നടുവിൽ വചനത്തോട് ചേർന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവിനായിട്ട്, കർത്താവ് ക്രൂശിൽ ചെയ്ത പ്രവർത്തിക്കായിട്ട് നന്ദി പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവം, നമുക്കറിയാമല്ലോ ദൈവം എങ്ങനെയാണ് വഴി തുറക്കുന്നത്. ശരിയാ, ജപ്തി നോട്ടീസുകളും ചില പേപ്പറുകളും ചില സംഭവങ്ങളൊക്കെ വന്ന് ഞാനിപ്പോഴും പറഞ്ഞു, ഞങ്ങൾ ജപ്തി നോട്ടീസ് എന്ന കാര്യം വീണ്ടും എടുത്തു കർത്താവ് ഇങ്ങനെ ജപ്തി നോട്ടീസ് അങ്ങനെ എടുത്തു കാണും. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും ഞാനിത് പറയുന്നത് കേട്ടോ. ജപ്തി നോട്ടീസൊക്കെ വന്ന് ആത്മഹത്യക്ക് വേണ്ടി, ജപ്തി നോട്ടീസ് വന്നപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ദൈവത്തെ ചീത്ത വിളിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ചീത്ത വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തെ യേശുവിനെ ചീത്ത വിളിക്കുന്നു. യേശുവിനെ ചീത്ത വിളിച്ചത് താഴെ ഈ വചനം പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനോ ദൈവം എന്നെ കർത്താവ് പറയും ഒന്നും മിണ്ടണ്ട, അവൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. ദൈവത്തെ ചീത്ത വിളിക്കുന്നു, അത് കഴിഞ്ഞ് വചനം പറയുന്ന ആളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കർത്താവിനെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ പറയുന്നത്. കാരണം ആൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല. ആൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുന്ന ഒരു മാജിക്കൽ വർക്കറായിരിക്കണം കർത്താവ് എന്ന് പറഞ്ഞ ആള് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആളിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം ഉള്ളവന് വാരിക്കോരി കൊടുക്കുന്നു, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവൻ ഉള്ളതും കൂടെ എടുക്കപ്പെടും. ഇത് ഇല്ലാത്തവനെ കർത്താവ് പരിത്യജിക്കുകയല്ല. ജീസസിന്റെ മിനിസ്ട്രിയിൽ 99% കർത്താവ് സാധാരണക്കാരന്റെ കൂടെ ഇറങ്ങി വന്നവനാണ്. സാധാരണക്കാരന്റെ വേദനകളും വിഷമങ്ങളും അറിയുന്നവനാണ് യേശു. അച്ഛൻ്റെ മകന് നിന്റെ വേദന അറിയാം, നിന്റെ വിഷമങ്ങൾ അറിയാം, നിന്റെ ദുഃഖങ്ങൾ അറിയാം, മറ്റെല്ലാവരെക്കാളും നിന്റെ വേദനകൾ അറിയാം. പക്ഷെ ദൈവത്തിൽ നിന്ന് നമ്മൾ ചിലത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവത്തെ മാറ്റണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനോഭാവത്തെ മാറ്റണം. നമ്മൾ ഉള്ളതിനായിട്ട് എന്ന് നന്ദി പറഞ്ഞു തുടങ്ങി നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അവിടെ സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി വെളിപ്പെടും. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് കർത്താവിനെ തിരിച്ച് നാട്ടിലോട്ട് വരാൻ സമയത്ത് ശുശ്രൂഷയ്ക്കൊരു കർത്താവ് എനിക്കൊരു ദർശനം നൽകി എന്നെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ അനുകൂലിക്കുന്നവരാരുമില്ലായിരുന്നു, എല്ലാവരും എതിരായി മാറി. കാരണം എനിക്ക് ഓസ്ട്രേലിയ പെർമനന്റ് വിസ ഉണ്ടായിരുന്നു, വലിയ ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഞാൻ ഈശോ തന്നൊരു ദർശനം അനുസരിച്ച് നാട്ടിൽ വന്നു. കുറേ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായി, കടങ്ങൾ വീട്ടേണ്ട, പഴയ കടങ്ങളൊക്കെ വീട്ടേണ്ടതായിട്ടുണ്ട്. അതും ശുശ്രൂഷകളൊക്കെ തുറന്നു വന്നു ഇന്ത്യയുടെ പല ഭാഗത്തും പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷെ കുറേ സ്ട്രഗിൾസ് വന്നു. ആ സ്ട്രഗിൾസ് ഒക്കെ വന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു സ്ഥലത്ത് ജോലിക്കൊക്കെ കയറി. കാരണം എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. ഭയങ്കര സ്ട്രഗിൾസാണ്. ആ സ്ട്രഗിൾസിന്റെ സമയത്ത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ, തിങ്ക് അബൌട്ട് ദ പോസിറ്റീവ് ആൻഡ് സ്റ്റാർട്ട് ടാങ്കിങ് മീ. ചിലപ്പോൾ നിങ്ങൾക്ക് 5,000 രൂപയായിരിക്കും സാലറി, 10,000 രൂപയായിരിക്കും സാലറി. വേറെ കുറേ ആൾക്കാർക്ക് വേറെ സ്ഥലത്ത് കുറേ പൈസ കൂടുതൽ കിട്ടുന്നത്, എനിക്കത് കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പറയും. നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത്, ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു. കർത്താവ് അത് കാണുന്നുണ്ട്. നന്ദി പറഞ്ഞ് എന്നിട്ട് അതിനകത്തുനിന്ന്, ഞാനിപ്പോഴും പറയുന്നത്, ആ കുഞ്ഞ് എമൗണ്ടിനകത്തുനിന്ന് കർത്താവ് ചില നന്മ ചെയ്യാൻ ചിലപ്പം പ്രേരിപ്പിക്കും. ചിലവർക്ക് ചിലപ്പോൾ മരുന്ന് മേടിച്ചു കൊടുക്കാനായിരിക്കും, ചിലവർക്ക് ചിലപ്പം ചില സുവിശേഷകരെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും. പക്ഷെ അതിനകത്തു നിന്ന് നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കുള്ളതുമായിട്ട് നമ്മൾ അതിനെ തൃപ്തി ഉണ്ടായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ നന്മ ചെയ്ത് തുടങ്ങുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യും. ദൈവം വർദ്ധിപ്പിക്കും. ദൈവം പുതിയ വഴി തുറന്നു തരും. ഇത് കർത്താവിന്റെ വചനമാണ്. ഈ വചനം അനുസരിച്ച് ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കർത്താവാണത് ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, കരങ്ങളിൽ എടുത്ത് ഉയർത്തും. എന്നാ പറഞ്ഞത്, എന്നാ ഇത് നടക്കാൻ വേണ്ടി പോകുന്നത്? ഈ നമ്മുടെ ദൈവ ആഭിചാര ശക്തിയൊന്നുമല്ല. നമ്മൾ പറയുന്ന പോലെ വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ വഴി അതാണ്. മാർത്തയോടും മറിയോടും, മാർത്ത വ്യഗ്രഹത്തെയായിരുന്നു, മറിയം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് നിന്റെ പ്ലാനേക്കാൾ ഒരു ബെറ്റർ പ്ലാനുണ്ട്. നീ ചിന്തിക്കുന്ന ഒരു പ്ലാനുണ്ടോ, ഈ വഴിയെ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ദൈവത്തിന് അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു പ്ലാനുണ്ട്. നീ ചിന്തിക്കുന്നേക്കാളും നിനക്ക് ഏറ്റവും നന്മയായിട്ടുള്ള പ്ലാനുണ്ട്. ആ പ്ലാനിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തും. പക്ഷെ അതിലേക്ക് നമ്മൾ നടത്തുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിലാണ് നമ്മളെന്നത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ആദ്യം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനമായിരിക്കും. ഈ സമാധാനം ഉള്ളിലുണ്ടോ എന്ന് നോക്കിക്കോ. അതാണ് സമാധാനം ഉണ്ടോ? നിങ്ങൾ വാഗ്ദത്ത ദേശത്താണ്. ഈശോ പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്ന വാഗ്ദത്ത ദേശം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്രമമാണ്. ആ വിശ്രമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു, യു ആർ ഇൻ ദ റൈറ്റ് സ്പോട്ട്. പിന്നെ ലൈഫിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നേരെയാക്കും. നിങ്ങൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞങ്ങ് മുൻപോട്ട് പോയാൽ മതി. ബാക്കിയെല്ലാം നോർമലാക്കിക്കൊള്ളും. ഉള്ളിൽ ആ സമാധാനമുണ്ടോ? ചിലപ്പം
മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്, കുറേ പ്രശ്നങ്ങൾ. പക്ഷെ അതിന്റെ നടുവിൽ ഈശോ നൽകുന്ന സമാധാനം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഇഫ് യു ആർ ഹാവിംഗ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, ഡെഫിനറ്റ്ലി ഓൾ തിങ്സ് വിൽ വർക്ക് ടുഗദർ. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി എല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തില് മനോഹരമായൊരു വാക്യമുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ആരെ നമ്മൾ മുന്നിൽ കാണണ്ടേ? ആരെ മുന്നിൽ കാണേണ്ട? ഈശോനെ നമ്മൾ മുന്നിൽ കാണണം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ ഈശോനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടുവാൻ. നാഥൻ ഈ ലോകം ഒരു മുൾക്കിരീടം നൽകിയായിരുന്നു അല്ലേ? സ്വർഗത്തിന്റെ രാജാവ് ഈ ഭൂമി വന്നപ്പോൾ. അപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സഹനങ്ങളും വിഷമങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എല്ലാം നിർത്തി, എല്ലാവരും ചീത്ത പറഞ്ഞ്, ദൈവത്തെയും ചീത്ത പറഞ്ഞ്, ശുശ്രൂഷകരെയും ചീത്ത പറഞ്ഞ് എല്ലാത്തിൽ നിന്നും പുറകോട്ട് മാറാനല്ല. ആ സഹനത്തിന്റെ നടുവിൽ കർത്താവേ, ഈ സഹനത്തിന് നടുവിലും കർത്താവ് നിനക്ക് കൂട്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത് അവസാനമല്ല, ഇതിനപ്പുറമായിട്ട് കർത്താവിനോടൊപ്പം ഒരു ഉത്ഥാനമുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് ഇതൊരു ഓട്ടപ്പന്തയമാണ്. ഇത് സ്ഥിരോത്സാഹത്തോടെ ഇത് മുൻപോട്ട് പോകണമെങ്കിൽ ഒരാളെ മുന്നിൽ കാണണം. ആരെയാ? വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവൻ. ആർക്കാണ് ഇതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? ഈശോയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ ഈശോനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുക. ഇന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ചലഞ്ച് ഒരു കാര്യം മുമ്പിൽ വന്ന് നിൽക്കുക. ചിലപ്പോൾ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്? എങ്ങനെ മുമ്പോട്ട് പോകും? ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയിലൂടെ സാത്താൻ നിനക്കെതിരെ ഇട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളെയും കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ അഭിഷേകം, ആ അഭിഷേകത്തിന്റെ ശക്തി അതിനെ തകർത്ത് കളയും. ലൂക്ക 10:19, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും നമുക്ക് ഏത് വിഷയത്തിലും പരിശുദ്ധാത്മാവിനൊരു സൊല്യൂഷനുണ്ട്. ഏത് കാര്യത്തിനകത്തും പരിശുദ്ധാത്മാവിനൊരു സൊല്യൂഷനുണ്ട്. ഏത് വിഷയത്തിനകത്തുണ്ട്. ഏറ്റവും അനുചിതമായ സൊല്യൂഷൻ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. പക്ഷെ അതിലേക്ക് നമുക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഈ ഭാരത്തെ, നമ്മുടെ ഈ ഒരു ഇന്ന് ഫേസ് ചെയ്യുന്ന നമ്മുടെ മനസ്സിനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിടുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ പിശാച് ആദ്യം കീഴ്പ്പെടുത്തും. മനസ്സിനെ കീഴ്പ്പെടുത്തി എനിക്കിതില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പിശാച് തള്ളിയിടും. അതിനകത്തുനിന്നാണ് നമ്മൾ പുറത്തു വരേണ്ടത്. അതിനകത്ത് പുറത്തു വരണമെങ്കിൽ നമ്മൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ തന്നെ അതരം തുറന്ന് പറയണം, എനിക്ക് യേശു ഉണ്ട്. റോമ 8:30, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല, കാരണം ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടും. അപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടും. ഈ ആത്മാവിന്റെ അഭിഷേകത്തിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ വലിയൊരു സ്വസ്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ സ്വസ്ഥതയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നൽകുന്ന ഗൈഡൻസ് അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആ സ്വസ്ഥത, പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വസ്ഥതയ്ക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4-ാം അധ്യായത്തില് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലരാകരുത്. പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും മനസ്സിനെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിങ്ങളുടെ ചിന്ത, മനസ്സ്, ഈ ചിന്തയിലാണല്ലോ, മനസ്സിലോട്ടാണല്ലോ ഈ നെഗറ്റീവ് തോട്ട്സ് മുഴുവൻ കയറുന്നത്. എനിക്കതില്ല, എനിക്കൊന്ന് കിട്ടിയതൊന്നും പോരാ. നമ്മളിങ്ങനെ നെഗറ്റീവ് അടിക്കും. എല്ലാത്തിനകത്തും നെഗറ്റീവ്. അങ്ങനെ നെഗറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ എന്നാ ചെയ്യേണ്ടേ? നെഗറ്റീവ് വരുന്നതോടും കൂടും
വരുന്ന ചിലപ്പോൾ അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ നെഗറ്റീവ് ചിന്തയായിട്ട് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ തന്നെ പിള്ളേരെല്ലാവരും കൂടെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയും. ഹസ്ബൻഡ് വൈഫുമായിട്ട് വഴക്ക്, അടി, ബഹളം. ഇത് അതിന് മുമ്പ് തന്നെ നമ്മളതിനെ ഡിഫീറ്റ് ചെയ്യണം. എങ്ങനെ ഡിഫീറ്റ് ചെയ്യണം? ഈ മനസ്സിലോട്ട് വരുന്ന ഈ ചിന്തകളെ ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കണം. ഇപ്പം തന്നെ ഞങ്ങൾ സമർപ്പിച്ച് ഈ നെഗറ്റീവ് ചിന്തകൾ, എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ഇത് മുഴുവൻ ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മൾ അഭിഷേകത്തെ സ്വീകരിക്കും. ഈ അഭിഷേകം സ്വീകരിച്ച്, അതായത് ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ അങ്ങ് ഫ്രീ ആവും. ചിലർ ഈ മദ്യപിക്കുന്നതിന്റെ കാരണം, മദ്യപിക്കുന്ന പല വ്യക്തികളും ഈ കടം കയറി ജീവിതത്തിലെ പ്രശ്നം കാരണം മദ്യപിച്ച കുറേ മനുഷ്യരെ ഞാൻ കണ്ടുകൂട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് അടിച്ചു കഴിയുമ്പം ഒന്ന് ഫ്രീ ആവുമെന്ന് പറയും. ടെമ്പററി ഫ്രീഡം. എന്നാൽ പെർമനന്റ് ഫ്രീഡം നൽകുന്ന ഒരു അഭിഷേകമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകം. ആ അഭിഷേകം നിന്നെ പെർമനന്റ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഈശോ പറഞ്ഞു, അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട് എഫെസസ് ലേഖനത്തിൽ, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പൂരിതരാകുവിൻ. നിങ്ങൾ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുവിൻ. ടെമ്പററി ആയിട്ടുള്ള സന്തോഷമല്ല, നിത്യമായി ലഭിക്കുന്ന ഒരു സന്തോഷം. ഈ സന്തോഷത്തിനകത്ത് നിലനിന്ന് നിങ്ങൾ മുൻപോട്ട് പൊക്കോ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നിങ്ങളിലേക്ക് എത്തിക്കും. ഹല്ലേലൂയ. ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ സകലതും നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊള്ളും. ഓസ്ട്രേലിയയിൽ എനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വലിയ ഡ്രഗ് അഡിക്റ്റാണ്. ആ ഡ്രഗ് അഡിക്ഷൻ എന്ന പരിശുദ്ധാത്മാ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹം തകർന്ന് തരിപ്പണമായിട്ടൊരു ചെറിയ വീടിനകത്ത് എന്നാ പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ടവനായി ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നപ്പോൾ ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ ആ മനുഷ്യൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഫാസ്റ്റിംഗ് എടുക്കും ഇടയ്ക്ക്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഈശോ തന്നെ ആത്മാവിൽ പ്രേരിപ്പിച്ച് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച് ഈ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തുറന്നു. 40 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോയി. പുള്ളി ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തു, PhD എടുത്തു. QUT ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ. നല്ല പ്രായമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു റിസർച്ചൊക്കെ നടത്തി ഈ ഡ്രോൺ എയർപ്ലെയിൻ്റെ ഒക്കെ അത് പറത്തുന്ന ആ കുറേ സംഭവങ്ങളും, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ അതിനെ എന്താ പറയുക, അതിനെ വ്യക്തമാക്കി തരാൻ എനിക്ക് അതിനുള്ള ഗ്രാഹ്യമില്ല. പക്ഷെ ആ മനുഷ്യൻ ദൈവം അനുഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ വലിയൊരു ഹയർ പൊസിഷനിലേക്ക് ദൈവം ഉയർത്തി. ആ മനുഷ്യന് മന്ത്ലി കിട്ടുന്ന സാലറി വലിയൊരു സാലറി. ആ കൂടെ തന്നെ ആ വ്യക്തി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ തിരികെ ജീവിതത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തുന്ന ഒരു മനുഷ്യനാക്കി ദൈവം ഉയർത്തി. ഓർത്ത്, എല്ലാം തകർന്ന് തരിപ്പണമായെന്ന് പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം റീബിൽഡ് ചെയ്തെടുത്തുകൊണ്ട് വരിക. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഒരു ദിവസം കൊണ്ടല്ല, ഇറ്റ് ടുക്ക് ടൈം. റോമാ നഗരം ഒറ്റ ദിവസം കൊണ്ട് പണിതൊന്നുമല്ല. നമുക്ക് ചിലപ്പോൾ ഒറ്റ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് ഇപ്പം വേണമെന്നുള്ള ദൈവം ഒരു ATM മെഷീനായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം സംഭവം നടക്കണം, ഇല്ലെങ്കിൽ നടക്കില്ല. അതിന് പ്രഘോഷകരെയും ദൈവത്തെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുവാണ്. ടെമ്പററി എഫക്റ്റ് അല്ല, ദിസ് ഈസ് പെർമനന്റ് ആയിട്ട് ദൈവവുമായിട്ടുള്ള വലിയൊരു റിലേഷൻഷിപ്പിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ഇനി ആ ഒരു പൂർത്തീകരിച്ചതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. കർത്താവ് കൂടെയുള്ള ആ യാത്രയിൽ നമ്മൾ കംപ്ലൈൻറ്റ്സ് പറയുന്നതിന് പകരം നന്ദി പറഞ്ഞു തുടങ്ങുക. എനിക്കുണ്ട്, എൻ്റെ ദൈവം എനിക്കുണ്ട്, എനിക്കെൻ്റെ ഈശോ ഉണ്ട്. എനിക്കെൻ്റെ ഈശോ അനുകൂലമായിട്ടുണ്ട്, എൻ്റെ പക്ഷത്ത് എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് നന്മയല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. സർവ്വ നന്മകളുടെ ഉറവിടമായ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്നെ ഉയർത്തും, എന്നെ മാനിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജോസഫിൻ്റെ കാര്യം, അല്ലേ? ജോസഫ് അടിമച്ചന്തയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, സ്ലേവറിയൊക്കെ ദൈവം അബോളിഷ് ചെയ്തു ഈ ഭൂമിയിൽ നിന്ന്. അടുത്ത കാലത്ത് അതൊക്കെ അബോളിഷ്ഡ് ആയതല്ലേ? ക്രിസ്തുവിന്റെ വെളിച്ചം ഭൂമിയിൽ പ്രകടമായത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്ലേവറിയൊക്കെ ദൈവം ഈ ഭൂമിയിൽ നിന്ന്, പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് ഇതെല്ലാം മാറ്റിയത്. പുതിയ നിയമം ബൈബിളായിട്ട് വചനമായിട്ട് പലരുടെ കയ്യിലുണ്ട്. പക്ഷെ അതിനകത്തെ വെളിച്ചം, ക്രിസ്തു എന്ന വെളിച്ചം ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ഈ ഭൂമിയിലെ അന്ധകാരം നീങ്ങി മാറുന്നത്. അന്ന് സ്ലേവറി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇസ്മായേലിയർ ഈ മനുഷ്യനെ അടിമച്ചന്തയിൽ
വിൽക്കാൻ നിർത്തിയേക്കുക. അടിമച്ചന്തയിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഇൻസ്പെക്ട് ചെയ്യും, ദേഹത്തെ വസ്ത്രങ്ങളൊക്കെ എടുത്തു മാറ്റും, നഗ്നനായിട്ടാണ് നിർത്തുന്നത്. നിങ്ങൾ ഒരു വ്യക്തി അടിമയായിട്ട് വിൽക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച്, ആ വ്യക്തിയുടെ എന്തെങ്കിലും ഉണ്ടോ? ഒരു റൈറ്റ് ഉണ്ടോ? ഒന്നുമില്ല. ആ വ്യക്തിയുടെ റൈറ്റ്സ് പോയി. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം എന്നെ ചീത്ത വിളിച്ച ബ്രദർ അടക്കം, അങ്ങനെ പലരും ചീത്ത വിളിക്കാറുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ജോസഫിന്റെ കയ്യിലുള്ള എല്ലാം പോയില്ലേ? വിവസ്ത്രനായി, നഗ്നനായി, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി ആ തെരുവിൽ നിൽക്കുമ്പോൾ വചനത്തിൽ പറയുക, കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ്സുണ്ടായി. ചിലപ്പോൾ ലൈഫിൽ റോങ് ഡിസിഷൻ എടുത്താണ് ജോസഫ് ആ ഒരു ആവേശത്തിൽ ദൈവം കൊടുത്ത ദർശനങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെച്ചു. ചിലപ്പോൾ നമ്മളൊക്കെ റോങ് ഡിസിഷൻ എടുത്തു, പക്ഷെ അവിടെ ദൈവം നമ്മളെ കൈവിടത്തില്ല. റോങ് ഡിസിഷൻ എടുത്താലും ആ എടുത്ത ഡിസിഷനിൽ നീ ഇന്ന് വേദനയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും അവിടെ നിന്നെ കൈവിടുന്നവനല്ല ദൈവം ജോസഫിനെ കൂടെയുണ്ട്. പക്ഷെ ജോസഫിനെ ഒറ്റ ദിവസം കൊണ്ടാണ് ഉയർത്തിയത്. പറഞ്ഞേ അല്ല, ജോസഫിനെ ഒരു ജേർണിയിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് തകർന്ന അവസ്ഥയിൽ ദൈവം കൂടെയുണ്ട്. ജോസഫിന്റെ കൂടെ ദൈവ സാന്നിധ്യം കൂടെ നിന്നു. വചനത്തിൽ കാണുന്ന അവൻ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ്സുണ്ടായി. പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. പക്ഷെ വീണ്ടും ജോസഫിന് മുൻപിൽ സ്ട്രഗിൾസ് വന്നു, പ്രലോഭനങ്ങൾ വന്നു. അതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് ജോസഫിന്റെ ജീവിതത്തിന്റെ വിജയം. സ്ട്രഗിൾസ് വന്നപ്പോൾ അവിടെ പരാതി പറയാനോ കംപ്ലൈന്റ് പറയാനോ പോയില്ല. ദൈവത്തോട് ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. പ്രലോഭനങ്ങൾ വന്നപ്പോൾ അതിനകത്തോട്ട് വീണില്ല. അതിനെ കർത്താവിന്റെ ആ സ്നേഹത്തിൽ അതിനെ ഓവർകം ചെയ്തു. അത് ഓവർകം ചെയ്തപ്പോഴേ കർത്താവിന്റെ പ്രമോഷൻ വന്നു. അതുവരെ സ്വപ്നങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് സ്വപ്നങ്ങൾ വിവർത്തിക്കുവാനുള്ള ഒരു ഗ്രേസ് കർത്താവ് കൊടുക്കുവാണ്. അങ്ങനെ ആ വ്യക്തിയെ ദൈവം അടുത്ത ലെവലിലോട്ട് ദൈവം ഉയർത്തി. നിങ്ങൾക്ക് കഥ അറിയാവുന്നതല്ലേ എങ്ങനെ ഈജിപ്തിന്റെ ഭരണാധികാരി ജോസഫ് മാറിയത്. കംപ്ലൈന്റ് പറയാം, ദൈവത്തെ ചീത്ത പറയാം, എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ, സ്വയമേ കംപ്ലൈന്റ് പറയാം. സ്വയമേ കംപ്ലൈന്റ് പറഞ്ഞില്ല, ദൈവത്തെയും ചീത്ത വിളിച്ചില്ല. ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ വിശ്വസ്തയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു. പ്രലോഭനങ്ങൾ വന്നപ്പോൾ അതിനെ കർത്താവിന്റെ സ്നേഹത്തിൽ അതിജീവിച്ചു. അതിൽ വീണില്ല. തൊട്ടു പുറകെ ദൈവം പ്രൊമോട്ട് ചെയ്യുകയാണ്. ദൈവം പ്രൊമോട്ട് ചെയ്താണ്. ആ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ത്രൂ ഔട്ട് ദിസ് ഏരിയ ഈ കർത്താവിനോട് ചേർന്ന് ഈ മനുഷ്യൻ ജീവിച്ചതിന്റെ കർത്താവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ അടയാളം എന്തായിരുന്നു? ഈ മനുഷ്യന് ആന്തരിക മുറിവിന് സൗഖ്യം കിട്ടി. ആളെ ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കൊട്ടിഘോഷിച്ചുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരെയും എല്ലാം വേദനിപ്പിച്ചവരെല്ലാം മുമ്പിൽ ചെന്നിട്ട് കണ്ടില്ല, എന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി, ഞാൻ ആരാന്നറിയാവോ? അതിലോട്ടല്ല ആള് പോയത്. ആളെ ദൈവം മാറ്റിയെടുത്തു. പഴയ വേദനകൾ, പഴയ ആ ഓർമ്മകൾ അതെല്ലാം ദൈവം മറച്ചു കളഞ്ഞു. അത് മായ്ച്ച് അത് മറന്നു കളയാനുള്ള കൃപ കൊടുത്തു. അത് ദൈവത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രേസ് ആണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഞാനത് വായിക്കും, ഞാൻ പലപ്പോഴും വായിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെയൊക്കെ വേദനിപ്പിച്ച പല വ്യക്തികളും ആൾക്കാരും ഉണ്ട്. ചില വ്യക്തികളൊക്കെ വീണ്ടും നമുക്ക് ഡീൽ ചെയ്യണേ പോലും ഈ ഓർമ്മകൾ അവിടെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. പക്ഷെ കർത്താവിന്റെ ഗ്രേസ് ആണത്. അത് മറന്നു കളയാനുള്ളൊരു കൃപ പലർക്കും ഇന്നതിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിന്റെ കൃപ നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോഴും ഓർക്കും, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഈവൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ പല സമയത്തും ചില വ്യക്തികളോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റാതെ വണ്ണം വേദനിപ്പിച്ച വ്യക്തികളുണ്ട്. പക്ഷെ തന്ന ജോലിക്കായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകം വരും. ആ കർത്താവിന് നിങ്ങളുടെ ആ അവസ്ഥയിലേക്ക് ടേക്ക് ഓവർ ചെയ്ത് നിങ്ങളെ അവിടെ ഒരു അത്ഭുതമാക്കി നിർത്തും. ചിലപ്പം വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ നടുവിൽ നിശബ്ദരായിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. എങ്ങനെ സാധിക്കുന്നുവെന്ന് മറ്റുള്ളവർ നോക്കും. ജോസഫിന്റെ ജീവിതത്തിൽ ആ ഒരു അത്ഭുതം നടന്നു. പത്രോസ്ലിയുടെ ജീവിതത്തിൽ ആ അത്ഭുതം നടന്നു. പൗലോസ്ലിയുടെ ജീവിതത്തിൽ ആ അത്ഭുതം നടന്നു. നിശബ്ദമായി നിന്ന് അത് മറക്കാനും ക്ഷമിക്കാനുള്ള വലിയൊരു കൃപ കിട്ടുകയാണ്. ആ കൃപ കഴിയുമ്പോൾ നിന്റെ മേൽ കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം വർദ്ധിക്കുമ്പോൾ നിന്നെ നിന്ദിച്ചവർ നിന്നെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ജോസഫിന്റെ നാട്ടുകാരും വീട്ടുകാരും കണ്ടപ്പോൾ മനസ്സിലായില്ല. കാരണം അതുപോലെ ആളെ ദൈവം മാറ്റിയെടുത്തു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രത്യേകത. അപ്പൊ മനസ്സിനേറ്റ മുറിവുകൾ നിമിത്തം, നമ്മുടെ മനസ്സിനും ഏറ്റ വിഷമം നിമിത്തം നമ്മൾ ചിന്തിക്കോ, എനിക്ക് ആ വ്യക്തിയുടെ മുമ്പിൽ എനിക്ക് ഇതും കൂടെ ഉണ്ടെങ്കിലേ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെ, ഞാൻ ഇനി എവിടെ പോയി പ്രാർത്ഥിക്കണം, എനിക്ക് അവരെക്കാളും ബെറ്റർ അത് വേണം ഇത് വേണം. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായത്, ഏറ്റവും നന്മയായിട്ടുള്ളത്, ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് ഇന്ന്
ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഈശോയുടെ ഈ തിരുഹൃദയ തിരുനാൾ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം. ഉള്ളതിനായിട്ട് നന്ദി പറയും. ഉള്ളതിനായിട്ട്. ജോസഫിന് എന്നാ ഉണ്ടായിരുന്നേ? ഞാൻ ചോദിച്ചു, ജോസഫിന് എന്നാ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എങ്കിലും ഇല്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലില്ലേ? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? നിങ്ങൾ ജോസഫിന് ഇവിടെ വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലാണോ? അല്ലല്ലോ. ജോസഫിന് ഇതൊന്നുമില്ലായിരുന്നു. പക്ഷെ ജോസഫിന് ഒരാളുണ്ടായിരുന്നു. ആരാ? വെൻ ഹി വാസ് ലോകപ്രകാരം 0 ആയിട്ട് നിൽക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ട്. ആരാ? ഈശോ. ആ ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഉള്ളവനായിട്ട് നന്ദി പറയാവോ? ഉള്ളതിനായിട്ട് നന്ദി പറയാവോ? നൽകപ്പെടും. ഉള്ളവന് നൽകപ്പെടും. അവന് കൂടുതൽ സമൃദ്ധി ഉണ്ടാകും. ദൈവത്തെയും വചനപ്രഘോഷനും ചീത്ത പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടത്തില്ല. ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു. എനിക്ക് വലിയ ഹൃദയവേദന ഉണ്ട്. കാരണം കണ്ടിന്യൂസ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും പറയാം, ഞാനൊരു ഭിന്നശേഷിക്കാരനായ മനുഷ്യനോട് സംസാരിച്ച് ആ അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന, ആ വ്യക്തിയിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്ന കാര്യം ഞാൻ ആ വ്യക്തിയിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. എന്നാൽ സാമ്പത്തിക പ്രശ്നമുള്ള ഒരു മനുഷ്യൻ ദൈവത്തെയും വചനപ്രഘോഷകനെയും കണ്ടിന്യൂസ് ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ ആ വ്യക്തിയെ വിമർശിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ, വിമർശനമല്ല ഇതൊരു ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മളുടെ ലൈഫ് അനുഗ്രഹം എന്നുള്ളത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മാനുഷികമായിട്ട് ഭൗതിക സമ്പന്നത മാത്രമല്ല, അത് വൺ ഓഫ് ദ മെനി ബ്ലെസ്സിങ്സ് റിട്ടേൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. സാമ്പത്തിക അനുഗ്രഹം നമ്മൾ ചിന്തിക്കുക അതാണ് എല്ലാത്തിൻ്റെ സോഴ്സ് എന്ന്. സമാധാനം, സന്തോഷം, കുടുംബത്തിലെ സന്തോഷം, സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്, ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം, ആത്മീയ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമുക്ക് ഉണ്ട്. ഇതെല്ലാം ഈശോയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നവയാണ്. എന്നാൽ ഇത് നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇന്ന് ഏറ്റവും ഉണ്ടാകേണ്ട, ഫൗണ്ടേഷനായിട്ടുണ്ടാകേണ്ട ആ ഒരു ബോധ്യം, എൻ്റെ യേശു എനിക്കുള്ളത് കൊണ്ട് എനിക്ക് എല്ലാം ഉണ്ട്. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, ഇന്ന് അമ്മ മാതാവിന്, നിത്യസഹായ മാതാവിൻ്റെ തിരുനാളാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി, കർത്താവിൻ്റെ കുരിശു മരണമാണ് ഈ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം. അമ്മ മാതാവിൻ്റെ അമലോത്ഭവം പോലും സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കെ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ഉത്ഭവഭാവം, നമ്മുടെ ഒറിജിനൽ സിന്നിൽ നിന്നെല്ലാം, നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും. അതിൽ നമ്മളെ മോചിപ്പിച്ചു. ഈശോയുടെ തിരുശരീരത്തിൻ്റെ യോഗ്യത, തിരുരക്തത്തിൻ്റെ യോഗ്യത, കർത്താവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ യോഗ്യത സഭ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വിശ്വാസത്യമാണ്. അമ്മ മാതാവ് എങ്ങനെയാണ് നിത്യസഹായ മാതാവാണ്? നിത്യം നമ്മളെ സഹായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അമ്മയായിത്തീരുന്നത്. ദൈവ അമ്മയെ ഉത്ഭവഭാവത്തിൽ മോചിപ്പിച്ചു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്ന യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെയാണ്. കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ ഒരു വചനം കൂടെ വായിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുഹൃദയ തിരുനാൾ ദിവസം കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളെ വഴി നടത്തുവാൻ ഇടയാകട്ടെ. വലിയ മഹത്വം ഇന്നത്തെ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും ഈശോയുടെ കുരിശുബലിയിലൂടെ ഈശോ പിതാവാൻ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു. എഫേസോസ് ലേഖനം 4-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങളും നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് കൂടിയല്ല. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ പാതാളങ്ങളിലേക്ക് പോയി എന്നുള്ളത് മാത്രമല്ല, ടൈം ട്രാവൽ, അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പഴയ നിയമ കാലഘട്ടങ്ങളിലേക്ക് ഈശോ കടന്നു വന്നു. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ കുരിശു ബലിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു തുടങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ, ആ ഒരു കുരിശു ബലിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരു നദിയുടെ ഒരു കടലിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന പോലെയാണ്. ഇത് നമ്മൾ എല്ലാം കണക്റ്റഡ് ആയേക്കുന്നത് ദൈവത്തിൻ്റെ കുരിശുമരണമായിട്ടാണ്. വലിയൊരു സംഭവമാണ് അത് അതിൻ്റെ ഒരു തരിയൊക്കെ നമ്മൾ പിടിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സമുദ്രത്തിൻ്റെ അടിയിലോട്ട് കയറുമ്പോൾ അവിടെ വലിയ സംഭവം ഉണ്ടെന്ന് പറയുന്ന പോലെ കിടപ്പുണ്ട് അവിടെ.
നമ്മൾ ചിന്തിച്ച സംഭവത്തിലൊക്കെ ആഴമേറിയ റെവലേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം എനിക്കിത് ഫസ്റ്റ് ഹാൻഡ് റെവലേഷൻ നൽകണേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ തലമുറയിലുള്ള ക്രിസ്ത്യാനികൾക്കെല്ലാം സെക്കൻഡ് ഹാൻഡ്, നമ്മുടെ മുൻ തലമുറയിലുള്ളവർ അല്ലെങ്കിൽ അതിന് മുൻപുള്ള തലമുറയിലുള്ള ക്രിസ്ത്യാനികൾ പകർന്നു തന്നിരിക്കുന്ന, വിശ്വാസികൾ പകർന്നു തന്നിരിക്കുന്ന റെവലേഷൻസ് ആണ്. സഭയിലൂടെ വലിയ വിശ്വാസ സത്യങ്ങളായിട്ട് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ഹാൻഡ് റെവലേഷനായിട്ട് ദൈവത്തിന് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിലേ ഉള്ളൂ നമുക്കിതൊക്കെ പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്തെ ആ ഒരു വലിയ ബോധ്യം നമുക്ക് കിട്ടുന്നത്. കർത്താവിൻ്റെ അപ്പാരിഷൻസും ദർശനങ്ങളും എനിക്കുണ്ടായപ്പോൾ എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന ആൾ ഉണ്ട്, എനിക്ക് അനുഭവവേദ്യമായത്, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ശൂന്യതകളുടെ നടുവിലാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന സമയത്ത് കർത്താവിന് വലിയ അപ്പാരിഷൻസ് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സമയത്ത് എനിക്ക് ദിസ് ഗോഡ് ഈസ് റിയൽ, ഇത് റിയൽ ആയിട്ടുള്ള ദൈവമാണ്. അവൻ ആധിപത്യങ്ങളെ അധികാരങ്ങളെ നിരായുധമാക്കിയാണ്. എല്ലാ പൈശാചിക ശക്തികളുടെ മുകളിലും അവൻ ആധിപത്യമുള്ളവനാണ്, അധികാരമുള്ളവനാണ്. കുരിശുബലിയിലൂടെ സാത്താനെ, അവന്റെ സൈന്യത്തെ ആയുധവർഗം വെപ്പിച്ചവനാണ് യേശു. ഇന്ന് ആ ക്രിസ്തുവിന്റെ മഹത്വം നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. അവൻ ആരോഹണം ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് കൂടിയല്ലേ. ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കുവാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവൻ. അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, കുരിശിൽ ബലിയായി തീർന്ന നിമിഷം സോ മെനി തിങ്സ് ഹാവ് ടേക്കൻ പ്ലേസ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഒന്നിപ്പിച്ചുവെന്ന് കൊളോസസ് 1:20 നമ്മൾ കാണുമ്പോൾ, എഫേസോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് കാലത്തിന്റെ പൂർണ്ണതയിൽ അവനെല്ലാം ഒന്നിപ്പിക്കുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ. ആ ഒരു വാക്യം കൂടെ വായിക്കും, എഫേസോസ് ലേഖനം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ദഹിക്കത്തില്ല. ഇതെന്നോ ഈ പറയുന്നത് തിയോളജി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകേണ്ടിയിരിക്കേണ്ട കാര്യങ്ങളാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മളിത് വലിയ തിയോളജിയാന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് മാറ്റി വെക്കും. ഇത് വലിയ തിയോളജി എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളല്ല. ഇത് നിന്റെ രക്ഷയുടെ നിത്യതയുടെ ഭാഗമാണ്. വചനത്തിൽ നമ്മൾ കാണുന്നു, എഫേസോസ് 1:12, എഫേസോസ് 10, ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്ര തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. അപ്പൊ നിങ്ങൾ ആരാ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെക്കുറിച്ചൊരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്ന് കടന്നു പോകുന്ന സഹനത്തിന് നടുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ അസൈൻമെന്റിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് അസൈൻമെന്റ്സ് ഉണ്ട്. ഞാനിപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ വചനം, ദൈവം എനിക്ക് തന്നൊരു അസൈൻമെന്റ്സ്, ഔട്ട് ഓഫ് 100 കണക്കിന് അസൈൻമെന്റ്സിൽ ഒരു അസൈൻമെന്റ് ആണ് ഈ വചനം ഷെയർ ചെയ്യുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. വേറെ ഒരുപാട് അസൈൻമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്കും അതുപോലെ അസൈൻമെന്റ്സ് ഉണ്ട്. ഈ അസൈൻമെന്റ്സ് എല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കും, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ദൈവം അനുകൂലമായിട്ടുള്ളവനാണ്, ദൈവം കൂടെയുള്ളവനാണ്. അപ്പം നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവത്തോട് വിശ്വസ്തനായി മുൻപോട്ട് പോകുമ്പോൾ ദൈവം എല്ലാറ്റിനെയും കൂട്ടിയിണക്കി യോജിപ്പിക്കും. എല്ലാം നമ്മൾ ഈ പസിലില്ലേ, ചില ജിക്സോ പസിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ എന്താ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ. അതുപോലെയാണ് അവസാനം ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഫുൾ പിക്ചർ ക്ലിയർ ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ ഇല്ലായിരിക്കും. പക്ഷെ ഇതിന്റെ നടുവിൽ നിന്ന് നിങ്ങളൊരു വലിയ പിക്ചറിന്റെ ഭാഗമാണ്. ദൈവം തെരഞ്ഞെടുത്തവനാണ്. ഇതിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾക്ക് ലഭിച്ച സകല നന്മകൾക്കുമായിട്ട് നന്ദി പറഞ്ഞ്, നിങ്ങൾക്ക് ഈശോയില്ലേ നന്ദി പറഞ്ഞ്, നിങ്ങൾക്ക് സഭയില്ലേ നന്ദി പറഞ്ഞ്, നിങ്ങൾക്ക് ആരോഗ്യമില്ലേ ദൈവം തന്ന എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞ്, നിങ്ങൾക്ക് തന്ന നന്മകൾക്ക് കുടുംബത്തിനൊക്കെയായിട്ട് നന്ദി പറഞ്ഞ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശോയുടെ തിരുഹൃദയം കടന്നുപോയ വലിയ വേദനയെ നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ തിരുഹൃദയം അതിദാരുണമായ വേദന, സഹനം ഏറ്റുവാങ്ങി. എന്തിനു വേണ്ടിയാണ് കർത്താവ് ആ സഹനം ഏറ്റുവാങ്ങിയത്? നിന്നോടുള്ള സ്നേഹം നിമിത്തം. ഇന്ന് ഈ തിരുഹൃദയ തിരുനാൾ ദിവസം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിലും തിരുജലത്തിലും നമുക്ക് ശരണപ്പെടാം. ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയൊരു അഭിഷേകത്തെ ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഈ ഒരു തിരുനാൾ ദിവസം ഞങ്ങൾക്കായി ഒരുക്കപ്പെട്ട ആ ഒരു അഭിഷേകം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ. കുറേ സംശയങ്ങളുള്ള ചില വ്യക്തികൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ മാനുഷിക ബുദ്ധിയുടെ തലത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വചനം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും.
ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ബുദ്ധിയുടെ തലത്തിൽ സംശയങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഞാനിപ്പോൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ സെയിന്റ് അഗസ്റ്റിൻ ഉണ്ടായ ആ ഒരു ദർശനം ഈശോനെ കണക്ട് ചെയ്ത് കാണിക്കുന്നത്, അതായത് ട്രിനിറ്റിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, ഇതെങ്ങനെ ഏക ദൈവം. അപ്പോൾ ഒരു ചെറിയൊരു കക്കയ്ക്കകത്ത് ഒരു കടലിലെ വെള്ളം എടുത്ത് ഈ മാലാഖ ഇങ്ങനെ കോരിക്കളയുക. അപ്പം സെയിന്റ് അഗസ്റ്റിൻ ചോദിക്കുന്നു, ഇതെന്താ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മാലാഖ പറയാണ്, നീ ഇപ്പം ചിന്തിക്കുന്നതും അതുപോലത്തെ ഒരു കാര്യമാണ്. അപ്പം ചില മർമ്മങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള മിസ്റ്ററീസ് ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. അഭിഷേകമില്ലാതെ നമുക്കത് മനസ്സിലാകത്തില്ല. ബുദ്ധിയുടെ തലത്തിൽ നിങ്ങൾക്ക് അതിനെ അപഗ്രഥിച്ച് കഴിഞ്ഞാൽ യു ആർ എൻറ്ററിങ് ഇൻ ടു എ ട്രാജഡി, ഒരു ഡേഞ്ചർ സോണാണ് അത്. കാരണം ദൈവമാണ് നമ്മുടെ ബുദ്ധിയെ ക്രിയേറ്റ് ചെയ്തത്. ആ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന് സഹായം വേണം. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ നമുക്ക് കർത്താവിന് സാക്ഷിയാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം നൽകുന്ന, ഈശോയുടെ സഹനങ്ങൾ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് നിറയാൻ വേണ്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, സ്വർഗീയമായ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 10:19 വചനത്തിന്റെ ശക്തി ഇപ്പോൾ ഇതാ വെളിപ്പെടുന്നു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കൂട്ടായ്മകൾക്കെതിരെ, ഞങ്ങൾക്കെതിരെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളും പൈശാചിക പ്രബുദ്ധങ്ങളും യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അനന്തയോഗ്യതയുടെ ശക്തിയാൽ കർത്താവെ നീ തകർത്ത് കളഞ്ഞതിനെ, അതിന്റെ ഇൻഫ്ലുവൻസുകളെ ഇപ്പോൾ തന്നെ ദൈവമക്കളിൽ നിന്ന് അവ വിട്ടുപോകുവാൻ വേണ്ടി കൽപ്പിക്കുക. ദൈവം തന്റെ കുരിശുമരണത്തിലൂടെ തകർത്ത് കളഞ്ഞതിന്റെ ശക്തി കർത്താവ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് സാത്താന്റെ മേൽ നേടിയെടുത്ത വിജയത്തിന്റെ അഭിഷേകം, അതിന്റെ പ്രതിഫലനം ഇപ്പോൾ കർത്താവെ ദൈവമക്കളിൽ വെളിപ്പെടട്ടെ. അവരെ ബന്ധിച്ച ബന്ധനങ്ങൾ തകർന്നടിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും ലൂക്ക 10:19 വചനത്തിന്റെ അഭിഷേകത്തിലൂടെ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തിയാൽ യേശു തന്നെ, കർത്താവ് തന്നെ ഇപ്പോൾ അത് എടുത്തു മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. വലിയ അഭിഷേകം വെളിപ്പെടുന്നു, ഡെലിവറൻസുകൾ സംഭവിക്കുന്നു, അധികാരം വെളിപ്പെടുന്നു. കർത്താവിന്റെ സഭയുടെ അധികാരം, കർത്താവിന്റെ ശരീരത്തിലൂടെ വെളിപ്പെടുന്ന അധികാരം, അധികാരത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നതിനായി നന്ദി പറഞ്ഞു. റാൻഡമായിട്ട് സോ മെനി തോട്ട്സ്, ഈ എന്താ പറയുന്നത്, ഒരുപാട് ചിന്താഭാരങ്ങളുള്ള ചില വ്യക്തികൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ, തോട്ട്സ് കാരണം നിങ്ങൾക്ക് എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഇത് ശരിയല്ല, ഈ പ്രാർത്ഥന ശരിയല്ല, നിങ്ങളുടെ അത് ശരിയല്ല, ഇത് ശരിയല്ല, ഈ തോട്ട്സ് ഉള്ളിൽ വരുന്ന ആരോ ഒരാൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. യുവർ തോട്ട്സ്, അതിനെയാണ് നിങ്ങൾ കീഴ്പ്പെടുത്തേണ്ടത്. നിങ്ങളുടെ തോട്ട് ഉയരുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരെയാണ്. 2 കൊരിന്ത്യർ 9 അധ്യായം പൗലോസിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിനെതിരെ ഉയർന്നു വരുന്ന ചില വാദങ്ങൾ. അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കതിനെ റിസീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകൾ വന്ന് അതിനെ ഇങ്ങനെ മൂടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം റിസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ശിശു സഹജമായ ഒരു ഹൃദയം ഉണ്ടാകും. ഞാനത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ കാരണം എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അറിയാം അത് ഒരു ബ്ലോക്ക് വരും. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് ഡൈവേർട്ട് ചെയ്ത് പറയുന്നത്, എവിടെ ശുശ്രൂഷ ചെയ്താലും ഞാൻ പറയും. ചിലപ്പം യേശുവിന് ജൂതന്മാരുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റാൻ സാധിക്കാത്ത സമയങ്ങളുണ്ട്. സ്വന്തം നാട്ടിൽ പറ്റുന്നില്ല. കാരണം ജോസഫിന്റെ മറിയയുടെ മോനല്ലേ, ഞങ്ങൾക്ക് അവനെ അറിയാലോ. ഇത് ഞമ്മക്കറിയാവുന്ന യേശുവല്ലേ. ആ ഒരു സംഭവം വന്നപ്പം തന്നെ കർത്താവിന്റെ ഉള്ളിലെ ക്രിസ്തുവിനെ ദൈവത്തെ കാണുന്നില്ല, ജഡപ്രകാരമുള്ള യേശുവിനെ മാത്രമാണ് കാണുന്നത്. ഭയങ്കര ഒരു സോണാണ്. ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ അത്ഭുതങ്ങളെ സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ സഭയിലെ, നിങ്ങളുടെ പള്ളിയിലെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി, ഒരു വൈദികനാകാം, ഒരു വചനപ്രഘോഷകനാകാം, നിങ്ങൾക്ക് അറിയാം, ആ വ്യക്തി അറിയാവുന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമോ, ഈ വ്യക്തി എനിക്ക് അറിയാമല്ലോ. കുറേ നാൾ കഴിഞ്ഞ് പരിചയമായി കഴിയുമ്പം പിന്നെ നമ്മൾ തന്നെ